ആ സാധു ഒന്ന് ജയിലിൽ നിന്ന് ഇറങ്ങണം. എങ്ങനെയെങ്കിലും മൂപ്പരെ കണ്ടിട്ട് മാപ്പൊന്ന് പറയണം മൂപ്പരോട്. ഈ സാഹചര്യത്തിൽ ഇപ്പൊ പാവണം. എങ്ങനെയാലും നമുക്ക് പോയൊക്കെ കാണാലോ. നമ്മളെ മോള് കാരണം മൂപ്പര് പാവം ജയിലിൽ പോയി. എന്താണ് എന്റെ മോള് ചെയ്ത തെറ്റിന് മാപ്പ്. ഭാസ്കര, ഇന്നോടല്ലടോ മാപ്പ് ചോദിക്കേണ്ടത്, പടച്ചോനോട് ദ്വയർക്ക് മാപ്പിന് വേണ്ടി. ഒരു കൊല്ലാവാറായി, എനിക്ക് ആരോടും പരിഭവമില്ല, പരാതിയില്ല, ദേഷ്യമില്ല. പോലീസുകാര് വല്ലാതെ ഉപദ്രവിച്ചു അല്ലേ? പോലീസുകാർ ഉപദ്രവിക്കാണ്ടിരിക്കുമോ? ഓലെ കൈമ കിട്ടിയ ഒരു ഇരയല്ലേ ഞാൻ. ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല ഈ ശരീരത്തിൽ. ഓർക്കൊന്ന് കുറ്റം സമ്മതിച്ച് കിട്ടിയാൽ മതി. കുറ്റം സമ്മതിച്ചാൽ ഓരെന്നെ പിന്നെ ഉപദ്രവിക്കൂല. എൻ്റെ മോളെ ഞാൻ എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഓലെന്നെ കൊണ്ട് പറയിപ്പിക്കും. കഴിയൂല ഭാസ്കര, എനിക്കത്. എൻ്റെ മോൾ എൻ്റെ മോളെ മാതിരിയാണോ? എൻ്റെ മോളെ മാതിരിയാ. അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത്, അതിലിടപെട്ടത്. ആ ശല്യം വരുന്നുണ്ട്. എന്താ രമ്യ, കുറെ നേരമായില്ല തുടങ്ങിയിട്ട്. പഠിക്കാൻ വരാന്ന് പറഞ്ഞിട്ട് ഇതിനാണ് അവിടേക്ക് വരുന്നത്. നിങ്ങളാരാ? ഞാൻ ആരാണോ? അത് നിന്റെ അച്ഛൻ പറഞ്ഞു തരും. മേലിൽ ഇത് ആവർത്തിച്ചാൽ ഇതായിരിക്കില്ല. ഇയാളെങ്ങനെ വിട്ടാ പറ്റൂല. ഇയാൾക്ക് നമ്മൾ പണി കൊടുത്തേ പറ്റൂ. അത് നീ ഇതിന്റെ കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ കൂടെ ഉണ്ടാവും. ഇപ്പോഴെങ്കിലും ആ കുട്ടിക്ക് ബോധം തെളിഞ്ഞല്ലോ. ഓള് സത്യം തുറന്നു പറഞ്ഞല്ലോ. ഇന്നിപ്പോ ഈ സത്യം എൻ്റെ മോള് പറഞ്ഞപ്പോ അത് എത്ര പത്രത്തിൽ വന്നു, എത്ര ചാനലുകാരത് വാർത്തയാക്കി. ആരും ആക്കൂലടോ. എനിക്ക് എന്നോടോ എൻ്റെ കുടുംബത്തിനോടോ ഒരു വെറുപ്പില്ല ഭാസ്കര. ആ കുട്ടി തെറ്റ് സമ്മതിക്കാനും അത് തുറന്നു പറയാനും തയ്യാറായില്ലേ, അത് മതി. അതാണ് വലിയ മനസ്സ്. തെറ്റാർക്കും പറ്റും, അത് തിരുത്തുക എന്നുള്ളതാണ് കാര്യം. മാനുപ്പ, ഈ ബനിയും കൊണ്ടെങ്ങട്ടാ? നിങ്ങൾ പെരയിക്കുന്നതിന് മുന്നേ ആദ്യം നിങ്ങളെ കാണണം എന്നൊരു വാശി മൂപ്പർക്ക്, അങ്ങനെ പൊടുന്നാണ്. നമുക്ക് എന്നാല് പിന്നെ കാണാം ഭാസ്കര. ഞാൻ എൻ്റെ പെങ്ങളോട് കാണാം. എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും അവിടെയാണല്ലോ. നാട്ടിൽ നിൽക്കാൻ വരെ അവർക്ക് സ്വൈര്യം കൊടുത്തിട്ടില്ല. മേല് വന്ന് വീണ ഈ ചീത്തപ്പേര് പോകാൻ ഞാൻ ഇനി ഏത് കുളത്തിലാണ് കുളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. വന്നു പോയില്ലേ, ഞാൻ അത് അനുഭവിക്കുക തന്നെ.